ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കണ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ 100K സെലിബ്രേഷൻ അയക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ. എത്ര ആൾക്കാർ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇപ്പം കുറച്ച് എന്താ പറയുക, കുറച്ച് പൂത്തിരിയൊക്കെ ആയുഷ്വിന് കളിക്കാണ്ട് കുറച്ച് പൂത്തിരിയൊക്കെ വാങ്ങിയിട്ട് ചിലർ സെലിബ്രേഷൻ സെറ്റാക്കാൻ മുമ്പാസ് പറഞ്ഞപ്പോൾ ആ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാൻ ചെറിയ രീതിയിൽ ഗൈസ്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതാക്കുന്ന ആ പൂത്തിരി വാങ്ങാൻ വേണ്ടിയിട്ട് പടക്കപ്പീടികയിൽ വന്നതാണ് ചേട്ടാ. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും മതി, ചെറിയ മക്കൾക്ക് കളിക്കാൻ പറ്റിയ പൂത്തിരി, പിന്നെ അങ്ങനെ പൊന്തണമില്ലേ മേശപ്പൂത്തിരിയാ. ഓക്കെ ഓക്കെ, ഇതിന്റെ വലുതെടുത്തോട്ടെ അല്ലേ, കാണാണ്ടാകാം. എന്താ സ്കൈ ഷോട്ട് അങ്ങനെ എന്തൊക്കെ പല പേരിൽ പല ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെറ്റ് ആക്കാൻ മതി. ഇതെടുത്താലോടോ, ഇതെടുത്താലോ. ആ ഒന്നെടുക്കാം. പിന്നെ അതെടുക്കുക പിരിവിരിയാണോ? പിരിവിരി എന്താ പിന്നെ 6 ഇങ്ങനെ മോളോട്ട് പോയി പൊട്ടണ ആവശ്യം. അപ്പം നമ്മൾ വാങ്ങിയിട്ട് കാര്യമല്ലല്ലോ. അതിന് എത്ര റേറ്റ് ആയിരുന്നു ചേട്ടാ? അതിന് 50 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. 50 പൊട്ടുന്നതാണോ റേറ്റ്? അപ്പൊ ആണോ? ബോക്സിന് എത്ര റേറ്റ് ആയിരുന്നു? ബോക്സിന് 350. അത് വേണ്ടല്ലോ അല്ലേ, അത്ര പൈസ ഉണ്ടൊന്നും വേണ്ടല്ലോ വെറുതെ പൊട്ടിക്കാൻ. അതുമല്ല അതിന്റെ വേണ്ട പൈസ, ആ പൈസ ഒക്കെ നമുക്ക് വേറെ എന്തെങ്കിലും ഐറ്റം ഒന്ന് എടുത്തു അങ്ങനെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഗൈസ് നമ്മളിതാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. ഇത് എന്താ ഗൈസ്, ഇതെന്തോ 5 ലെയറിൽ പുക വരുന്ന എന്തോ ഒരു സാധനമാണോ അല്ലേ? ഇത് ചോർമലൊന്നും ആവില്ലല്ലോ. 200. ഇതിനെത്ര പറഞ്ഞേ? ഓക്കെ, ഇത് മതി ഗൈസ്, ഇത് മതി. അധികം ആർഭാടങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇത് മതി. ഇത് മതി. അപ്പോൾ ഗൈസ് നമ്മൾ എന്തേതൊക്കെ എടുത്ത് പൂത്തിരി ഫ്രീ ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക്. ഇത് മത്താപ്പൂ, ഇത് ഐശ്വന് ഇങ്ങനെ കളിക്കാണല്ലോ, ഒക്കെ ഐശ്വന് കളിക്കാൻ പറ്റിയ സാധനങ്ങളല്ലോ കേട്ടോ. സെറ്റ് ശരി കേട്ടോ, പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ കേക്ക് വാങ്ങിയിട്ട് നമ്മൾ ഷെമിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ? കേക്ക് കൂടി എടുത്തിട്ട് നമ്മൾ ഷെമിൻ്റെ അടുത്ത് പോകുക അല്ലേ? ഓക്കെ. അപ്പോൾ കേസ് ഇനി നമുക്ക് ഇതാക്കുന്ന നേരെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിതാക്കണ കേക്കൊക്കെ വാങ്ങി ഞാൻ നമ്മളെ വീട്ടിലെത്തിയതാക്കണ. ഞാൻ ജസ്റ്റ് ഷർട്ടൊന്ന് മാറ്റിക്കുന്നു കേട്ടോ, ടീഷർട്ടൊക്കെ ഒന്ന് മാറ്റി ആട് പോയിട്ട് മാറ്റി തറവാട്ടിൽ നിന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇവിടെ നിന്നാണല്ലോ നമ്മളെല്ലാം തുടങ്ങിയത്. അപ്പം ഇവിടെ നിന്നല്ല നമുക്ക് ഈ 100K സെലിബ്രേഷൻ ഇവിടുന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. മക്കളാരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഗൈസ്, നമുക്ക് മക്കളെ കുറിച്ച് ഒരു സന്തോഷമായിക്കോട്ടെ. വാ ഇങ്ങോട്ട് വാ, നമുക്ക് പരിപാടി ഉണ്ട്, കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. വേറെ ആരല്ലോ ഇതിലൂട്ടുണ്ടോ? കാക്കല്ലേ? ആ കാക്കനെ വിളിച്ചെന്നാല് കാക്കും കട്ട് ചെയ്യാ കഴിക്കുക. അതാക്കണ കേക്ക് ആവശ്യം എന്നോട്ട് വാ. അമ്മടാ ഏടാ ആത്തുണ്ടോ? എന്നാ വേഗം വരാൻ പറ, വേഗം വരാൻ. കേസ് ഉള്ളിൽ കയറാത്ത, ഉള്ളിൽ വെളിച്ചല്ല കേട്ടോ, വെളിച്ചം കുറവാണ്, അതിനെ കൊണ്ട് ഉള്ളിൽ കയറാത്ത. വേഗം വരാൻ പറ, മക്കളോടൊക്കെ വരാൻ പറ, നമ്മൾ സെറ്റാക്കാം. ഷെമി വന്നേക്കുന്നതാക്കുന്ന 100K സെലിബ്രേഷൻ ആണ്. ഷെമി കഴിഞ്ഞ മാഷാ ഒക്കെ കഴിഞ്ഞ് സന്തോഷമില്ല, ഒരുപാട് സന്തോഷമില്ല. എങ്ങനെയുണ്ട് കേക്ക് ഇതാക്കാൻ? എങ്ങനെയുണ്ട്? അല്ല അത് ഞാനും വന്നിട്ടാ, ആയുഷുവിന് കൊടുക്കാൻ അന്നപ്പോ എൻ്റെ അടുത്ത് പിക്കില്ലാണ്ടായി പോയി. അത് കേസ് പെട്ടെന്ന് ഉണ്ടായതാണ് കേക്ക് മുറി. മുബാസ് പെട്ടെന്ന് സെറ്റ് ആക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സെറ്റ് ആയതാണ് കേക്ക് മുറി. അമ്മ ചെറിയൊരു കേക്ക് മതി അല്ലേ? ഇത് കുറച്ച് വലുപ്പമുള്ള കേക്കാട്ടോ. എല്ലാവർക്കും കൊടുക്കാമല്ലോ, ഏതായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാവരും കൊടുക്കാമല്ലോ. കേക്ക് എല്ലാം കാണിച്ചെടുക്കും മുബാസെ. എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ കേക്ക്. എങ്ങനെയുണ്ടാ മോനെ? കേക്ക് എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇത് കട്ട് ചെയ്തിട്ടാണ് പിന്നെ കുഞ്ഞാവൊക്കെ ഒന്ന് കഴിക്കാൻ. ഇത് എന്റെ കസിന്റെ മോനാണ്, ഇത് ഇവന്റെ നേരെ ഏട്ടനാണിത്. ഇതാരെ? ഇതിന്റെ മോള് ആയിഷു. ഓക്കെ. അപ്പൊ അതാ നമ്മൾ കട്ട് ചെയ്യല്ലേ? നിങ്ങള് ഇതുണ്ട്, പടകല്ല പൂത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങൾ തീ കൊടുക്കൂലേ പൂത്തിരിക്ക്? അത് അവിടുന്ന് ആടുന്ന് തീ കൊടുക്കുക. ആടുന്ന് തീ കൊടുത്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് തീ കൊടുത്ത് നിങ്ങൾ ബേക്കിൽ നിൽക്കുക. അപ്പൊ എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? അങ്ങനെ ആക്കുക നമ്മള്, അങ്ങനെ നല്ല രസം ഉണ്ടാകുക. എന്താ പറയുക മുബാസേ അല്ലേ? ഓക്കെ, അപ്പോഴേ ബാക്ക്ഗ്രൗണ്ട് ഒന്നും രസം ആവശ്യം ഇങ്ങനെ അതിപ്പോ പൊളിക്കണ്ട, നമ്മൾ വേണേ രാത്രി കേട്ടോ അല്ലേ? ആടുന്നിട്ട് ആക്കാം, സെറ്റ് ആക്കാം. സെറ്റ് അല്ലേ? എന്നാ തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? വരി വാ, കൊറേ മക്കളുണ്ട്.
അടുത്ത ഓന്റെ കെട്ട് പൊക്ക് അങ്ങനെ കറക്കണ്ട പൊങ്ങി നേരെ വെച്ചായി അങ്ങനെ വെച്ചാൽ മതിട്ടോ. കറക്കല്ലേ നേരെ വെക്ക് ചെറുക്കിൽ വെച്ചാൽ മതി. പൊള്ളി ഇടവിടാ. ഏതായാലും നമ്മളെന്താ പറയാ, ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടൊക്കെ പോകാക്കില്ലേ, ഇവിടൊക്കെ പോകാക്കി. ഓക്കെ അപ്പൊ നമ്മള് കട്ട് ചെയ്യല്ലേ എത്തിച്ചതിന് ഇനി ഒരുപാട് ഇനി നിങ്ങളെ കൈകൾ വേണം നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിത് കട്ട് ചെയ്യാണ്. എല്ലാരും ഓരോ പീസ് കഴിച്ചോ വീട്ടിൽ കൊണ്ട് തരാനല്ലോ. അത് ആടെ തീ കൊടുത്തോ. ഞാൻ ബേക്കോട്ട് നോക്കി. ഫസ്റ്റ് തന്നെ ആശിച്ച് ചെയ്യണം. നല്ലോണ്ടൊന്നും ആക്കല്ലേ കേട്ടോ. ഇനിയുണ്ട് കേട്ടോ, കേക്ക് ഇനിയുണ്ട് കേട്ടോ, എല്ലാവർക്കും തരും കേട്ടോ. ചെറുതായിട്ടൊന്ന് നോക്കുക. അതെന്താ ചെറുത് 100K 150 എബോ കഴിഞ്ഞിരിക്കണം. ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട്. ആ എല്ലാവർക്കും കൊടുക്കും. മോനെ പ്ലേറ്റ് കൊണ്ടുവരാം. ആ മുബാസ് എനിക്ക് മധുരം അങ്ങനെ പറ്റൂല. അതാണ് ഞാൻ ചെറിയൊരു പീസ് എടുത്തുള്ളൂ. പക്ഷെ മധുരം കഴിക്കാൻ ആള് താക്കണ. ആ ഷെമി കഴിക്കട്ടോ. ഞാനോ ആയിക്കോട്ടെ. പിന്നെ ഉമ്മേമ്മ ഉണ്ടാക്കി തന്നതാണ് കേക്ക്. കേക്കിന്റെ അഭിപ്രായം പറയാൻ പറയുന്നത്, കഴിച്ചിട്ട് ഇതിന്റെ റിവ്യൂ പറയാൻ പറയുന്നത്. ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഡാഡാക്കാം. ഒരു സാധനം കൂടി കത്തിക്കാണ്ട്. അത് ഞമ്മ രാത്രി ചക്രം അല്ലേ അടുക്ക്. പിന്നെ അതൊക്കെ നിങ്ങളെ ഇട്ടോളി. ഇതൊക്കെ ഇങ്ങട്ടാ. ഓ ഉമ്മ നല്ല ട്രെയിനാ കൊടുത്തോട്ടെ. എന്നാ മക്കളെ ഏറി കഴിച്ചോളി. പീസുകൾ എടുത്തോളൂ കേട്ടോ. ഇരിക്കട്ടോ മുബാസേ. ആ ഇവിടെ വേറെ രാത്രി ചെറുത് കൊടുക്കും. ചെറിയ മോനെ എടുക്ക്. ഞാൻ മോനെ എടുക്ക്. അത് ഈച്ച എങ്ങനെടോ? അത് മഴ ചെയ്തിട്ടാ, മഴ സീസണാ. എല്ലാ സീസൺ തന്നെ ഇപ്പൊ ഈച്ചന്റെ സെറ്റ്. സ്പെഞ്ച് മാത്രം. മധുരം കഴിക്കൂല, മുബാസം കഴിക്കൂല. ശരിക്കും ഞാൻ കഴിച്ചില്ല. ക്യാമറ ഒന്ന് തിരിച്ചാ മാറ ടേസ്റ്റ് അടിപൊളി. മധുരമില്ല. അതാണ് മധുരം പാകത്തിന്. മധുരമില്ല. ചിലത് ഭയങ്കര മധുരം തന്നെ ആയിപ്പോകും. സെറ്റ്. അപ്പൊ ബാക്കി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ കേട്ടോ. റോഡിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കൊടുക്കട്ടെ. ഏതായാലും പിന്നെയും പറയാണ് കേസ്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഒന്നും അല്ലാത്തതെന്ന് ഇത്രയൊക്കെ എത്തിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി അല്ലേ പിന്നെ. എത്ര ഫോളോവേഴ്സ് കൂടിയാണ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. അപ്പൊ ഏതായാലും നാളെ കാണാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാവർക്കും ഒന്ന് കൊടുക്കണ്ട കേട്ടോ. പുറത്തൊന്ന് ചെയ്ത് എന്താന്ന് വെച്ചാല് ഇതൊക്കെ കത്തിക്കാനും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഉള്ളിലാകുമ്പോ വെളിച്ചം കുറവാണ്. പിന്നെ അതുമല്ല വീടൊക്കെ കളറാവും. ഈ കളർ മേശപ്പൂത്തിരി ചോർമേല് പറ്റി പിടിച്ച് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പൊ ഞങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ സ്വകാര്യമായി പോണോ പറയുന്നത്? ഇനി പറയുന്ന അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. അപ്പതാ മക്കളെ അയച്ചു ഒരേ കൊണ്ട് കൊടുക്കുന്നു. സുഭാഷിന്റെ പുരേ കൊടുക്കണ്ടോ? ക്രോസ് ചെയ്യേ.